പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദു അക്ഷരങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഐന്, ഐന്, ഫെ, ഖാഫ്, കാഫ്, ഗാഫ് എന്നീ അക്ഷരങ്ങളാണ്. തുടർന്നുള്ള അക്ഷരങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അക്ഷരമാണ് ലാമ്. ലാമ് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. കൂട്ടുകാർ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഒന്നുകൂടി, ഇവിടെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാം എഴുതുന്ന സമയത്ത് ഈ രീതിയിൽ ഈ ലാമിൻ്റെ ഈ കാല് കുറച്ച് വലുതാക്കി എഴുതാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം ഇത് ചെറുതായാൽ ഈ അക്ഷരം മറ്റൊരു അക്ഷരമായി മാറും. മുകളിൽ നിന്ന് തുടങ്ങി അല്പം താഴോട്ട് ഇറക്കി എഴുതി ഈ രൂപത്തിലാണ് ലാം എഴുതേണ്ടത്. നമുക്കൊരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഈ രീതിയിൽ എല്ലാവരും ലാം എഴുതി നോക്കൂ. ഈ അക്ഷരമാണ് മീം. മീം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കൂ. എവിടെ നിന്ന് തുടങ്ങുന്നു? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് മീം എഴുതേണ്ടത്. മീം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴോട്ട് ഈ രീതിയിൽ ഇറക്കി എഴുതണം. ഈ രീതിയിൽ ഇറക്കി എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി എഴുതാം. മീം ഈ രീതിയിൽ എഴുതി പരിശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീം സാധാരണഗതിയിൽ നടുവിലൊക്കെ വരികയാണെങ്കിൽ ഈ രീതിയിൽ, തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് വരിക. നടുവിലാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതേസമയം മീം അവസാനിക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് അവസാനിക്കുക. ഓക്കെ, ഈ അക്ഷരം നൂനാണ്. ഏതാണ് അക്ഷരം? നൂന്. നൂൻ എന്ന അക്ഷരം വളരെ സിമ്പിളായി ഇങ്ങനെ എഴുതാം. ഉള്ളിലൊരു പുള്ളി, മുകളിലൊരു പുള്ളി ഇട്ടുകൊണ്ടാണ് നൂന് എഴുതേണ്ടത്. നൂൻ എഴുതാൻ എളുപ്പമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ തുടങ്ങി ഇവിടെ ഒരു പുള്ളി ഇട്ടാൽ നൂനായി. ഉച്ചാരണം ന എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഉച്ചാരണം വരുന്നത്. തുടക്കത്തിലാണെങ്കിൽ ഈ അക്ഷരം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എഴുതിയ അതേ അക്ഷരം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഉള്ളിൽ പുള്ളിയില്ല. ഇത് നൂനെ ഉന്ന എന്നാണ് ഈ അക്ഷരം അറിയപ്പെടുന്നത്. നൂനെ ഉന്ന. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അഥവാ നിങ്ങൾ എഴുതുമ്പോൾ ഈ കാല് ഇവിടെ ഇങ്ങനെ നീട്ടി എഴുതുകയാണെങ്കിൽ, ഇതെഴുതുമ്പോൾ ഇങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി എഴുതിയാൽ ഇതേ അക്ഷരം തന്നെയാണ് എന്തായി മാറുക? ലാമായി മാറുക. റെഡിയാണല്ലോ? അപ്പോൾ നൂനെ കുന്ന എഴുതുമ്പോൾ ലാമിൻ്റെ ഒരു ചെറിയ രൂപമാണ് എഴുതേണ്ടത്. ഇവിടെ കാല് നീട്ടിയാൽ ലാമായി മാറും. കാല് ചുരുങ്ങിയാൽ നൂനെ കുന്നയാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നൂനെ കുന്നയ്ക്ക് ഉച്ചാരണമില്ല. ഏതൊരു ഉച്ചാരണം, ഇപ്പം നൂന് പറയുന്ന സമയത്ത് അത് നായാവാം, നാ എന്നോ നീ എന്നോ ആ രീതിയിലൊക്കെ വരാം. പക്ഷേ നൂനെ കുന്ന വരുന്ന സമയത്ത് അവിടെ പ്രത്യേക അക്ഷരം ഉച്ചരിക്കേണ്ടതില്ല. എന്നാൽ ഇത് എഴുതേണ്ട സ്ഥലത്ത് ഇത് എഴുതൽ നിർബന്ധവുമാണ്. അങ്ങനെ എഴുതിയാൽ മാത്രമാണ് ആ പദം പൂർണ്ണമാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം നൂനെ കുന്ന ഇതുപോലെ എഴുതി നോക്കൂ. ഓക്കെ, അടുത്ത അക്ഷരം നോക്കാം. ഇതാണ് വാവ്. ഏതക്ഷരം? വാവ്. വാവ് എഴുതേണ്ടത് ഈ രീതിയിലാണ് വാവ് എഴുതുക. വാവ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉറുദുവിൽ സാധാരണഗതിയിൽ ഈ ഭാഗം പൂർണ്ണമായിട്ടും
ഫില്ല് ചെയ്ത രൂപത്തിലാണ് കാണുക. പൂർണ്ണമായും അടഞ്ഞ രീതിയിലാണ് ഉറുദുവിൽ വാവ് കാണുക. അപ്പോൾ ഈ വാവ് കാണുന്ന സമയത്ത് ഈ വാവും അതുപോലെ തന്നെ ഈ ദാലും മാറിപ്പോവരുത്. ഈ ദാലും ഈ വാവും തമ്മിൽ വ്യത്യാസം, ഇവിടെ ഈ ഭാഗം പ്രിൻ്റഡ് ആണെങ്കിൽ തടിച്ചിട്ടുണ്ടാവും, അല്പം തടിച്ച രൂപത്തിലാണ് വാവ് കാണുക. അതേസമയം ദാല് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ രീതിയിൽ കാണുകയും ചെയ്യും. അപ്പോൾ ദാലും വാവും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോവാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി അടുത്ത പദത്തിലേക്ക് പോവാം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില പദങ്ങൾ. ഇവിടെ 2 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാഫും, രണ്ടാമത് ഇന്ന് നമ്മൾ പഠിച്ച ലാമും. ഈ 2 പദങ്ങൾ ഈ 2 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്? കൽ എന്നായി മാറുന്നത്. എന്താ വായിക്കുക? കൽ എന്നാണ് വായിക്കുക. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലാമ് കാഫിൻ്റെ താഴോട്ട് ഇറക്കി എഴുതണം. കാരണം ലാമ് ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഇറക്കി എഴുതിയ രൂപത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗം താഴോട്ട് ഇറക്കി എഴുതണം. ലാമ് എഴുതുന്ന സമയത്ത് ലാമ് താഴോട്ട് ഇറക്കി എഴുതണം. ഓക്കെ, ഇത് കൽ എന്നാണ് വായിക്കുക. കൽ എന്നാൽ 2 അർത്ഥങ്ങളുണ്ട്. ഇന്നലെ എന്ന അർത്ഥവുമുണ്ട്, നാളെ എന്ന അർത്ഥവുമുണ്ട്. കൽ എന്നതിന് 2 അർത്ഥമാണ്. ഇന്നലെ എന്ന അർത്ഥവും നാളെ എന്ന അർത്ഥവും ഉണ്ട്. ലാമ ആദ്യത്തിൽ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് വരിക. ഓക്കെ ഓക്കെ, ലാ എന്നുള്ള രീതിയിൽ വരും. നടുവിൽ വരികയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, അവസാനം വരികയാണെങ്കിൽ ഈ രീതിയിൽ അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ ബിലാൽ എന്നാക്കി മാറ്റാം അത്, അല്ലേ? ഇത് 2ാമത്തെ അക്ഷരം ലാമ് വരുന്ന സമയത്ത്, ഓക്കെ, 2ാമത്തെ അക്ഷരമായി ലാമ് വരുന്ന സമയത്ത് ഈ രീതിയിലാണ് വരിക. ഓക്കെ, ആദ്യം വരുന്ന സമയത്ത് ഇതേ രീതിയിൽ വരും, നടുവിൽ വരുന്ന സമയത്ത് ഇങ്ങനെ വരും, അവസാനമായി അക്ഷരമായി അവസാനിക്കുമ്പോൾ ഇതേ രീതിയിൽ അവസാനിക്കും. ഓക്കെ, എന്താ ഇത് വായിക്കുക? ഇതെന്താണ് വായിക്കുക? മാൽ എന്നാണ് വായിക്കുക. മാൽ എന്നതിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. 1 മീമ്, 2 അലിഫ്, 3 ലാമ്. ഈ 3 അക്ഷരങ്ങൾ കൂടിയതാണ് എന്ത്? മാൽ എന്നുള്ളത്. മാൽ എന്താ വായിക്കുക? മാൽ. ഓക്കെ, മാൽ എന്നത് എങ്ങനെയാണ് മാൽ എഴുതുകയെന്ന് മനസ്സിലായല്ലോ. മീം എഴുതി, അലിഫ് എഴുതി, ലാം എഴുതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സമ്പത്ത് എന്നതാണ്. സമ്പത്ത്. മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നതാണ് അർത്ഥം. ഒന്ന് എഴുതി നോക്കൂ, മാൽ എന്ന് എഴുതി നോക്കൂ. മീം ആദ്യം വരികയാണെങ്കിൽ ഈ രീതിയിലാണ് തുടങ്ങുക. മീം ഫസ്റ്റിൽ വരികയാണെങ്കിൽ ഇങ്ങനെ വരും. ഇനി 2ാമത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ, ഇപ്പം ലാമാണെങ്കിൽ ലാമ് കഴിഞ്ഞിട്ട് മീം വരികയാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ തന്നെ ഈ രീതിയിൽ വരും. ഏറ്റവും അവസാനമാണെങ്കിൽ ഈ രീതിയിൽ അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, ഉദാഹരണം ദം. ദം എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ് അർത്ഥം. ഓക്കെ, ദം എന്നാൽ രക്തം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ മീം നോക്കുക, മീം ഈ രീതിയിൽ തന്നെ അവസാനിക്കും. ഓക്കെ, മാമി എന്നൊക്കെ എഴുതുമ്പോൾ എന്താ ഫസ്റ്റിൽ മീം ഇങ്ങനെ എഴുതും. ലംഹ എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അപ്പോൾ മാൽ എന്നുള്ളത് ഒന്ന് എല്ലാവരും നോക്കിയിട്ട് എഴുതി നോക്കുക. മാൽ എന്നതിൻ്റെ അർത്ഥം സമ്പത്ത് എന്നതാണ്. അടുത്ത അക്ഷരം എന്താണ്? നമ്മൾ നൂന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൂന് പഠിച്ചതുകൊണ്ട് നൂന് വെച്ചുള്ളൂ എന്ന്. എന്താണ്? ഖാൻ എന്നാണ് വായിക്കുക. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഇതിലുള്ളത്? കാഫുണ്ട്, അലിഫുണ്ട്, നൂനുണ്ട്. ഈ 3 അക്ഷരങ്ങൾ കൂടിയതാണ് കാഫ്, അല്ലേ?
അപ്പോൾ ക എന്ന് ആദ്യം തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് തുടങ്ങുകയെന്ന് മനസ്സിലായി അല്ലേ? അതുപോലെ രണ്ടാമത് വരികയാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് വരിക. നടുവിലൊക്കെ വരികയാണെങ്കിൽ കാഫ് ഈ രീതിയിൽ തന്നെയാണ് വരിക. മൂന്നാമത് അവസാനിക്കുകയാണെങ്കിൽ കാഫായിട്ട് അവസാനിക്കുകയും ചെയ്യും. പൂർണ്ണമായി എഴുതി അവസാനിക്കുകയും ചെയ്യും. ഓക്കെ. ഖാൻ എന്നതിൻ്റെ അർത്ഥം എന്താ? ഖാൻ എന്നതിൻ്റെ അർത്ഥം ചെവി എന്നതാണ്. ഖാൻ എന്ന് പറഞ്ഞാൽ ചെവി. ഇതിൽ 3 അക്ഷരങ്ങളുണ്ട്. ഈ 3 അക്ഷരങ്ങൾ തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? ആദ്യത്തെ അക്ഷരം നൂനും രണ്ടാമത്തെ അക്ഷരം അലിഫും. ഇവിടെ ആദ്യം അലിഫുള്ളത് കാഫുള്ളത് അവസാനത്തേക്ക് മാറ്റി എഴുതിയാൽ നാക്ക് എന്ന് കിട്ടും. നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണ് അർത്ഥം. നാക്ക്, മൂക്ക്. അടുത്തത് ഓക്കെ, എന്താ വായിക്കുക? 3 അക്ഷരങ്ങളാണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് കാഫ്, രണ്ടാമത്തെ വാവ്, മൂന്നാമത്തെ നൂന്. അപ്പോൾ നമുക്കിങ്ങനെ കാഫിലേക്ക് വാവ് കൂട്ടി എഴുതി നൂന് എഴുതി. അപ്പോൾ ഇത് വായിക്കുക. സാധാരണ ഈ വാവ് വന്നാൽ വാവിന് വാ വി വു എന്ന അതിൻ്റെ ശബ്ദം, ഈ അക്ഷരത്തിൻ്റെ ശബ്ദം വാ വി വു എന്നുള്ള രീതിയിലാണ് ശബ്ദം വരുന്നത്. അതല്ലെങ്കിൽ ഇതൊരു വവ്വൽസാണ്. ഇംഗ്ലീഷിൽ വവ്വൽസ് എന്ന് പറയുന്ന പോലെ മലയാളത്തിൽ സ്വരാക്ഷരം എന്ന് പറയുന്നത് പോലെ അലിഫ്, വാവ്, യാ സ്വരാക്ഷരങ്ങളാണ്. ഉറുദുവിലെ സ്വരാക്ഷരങ്ങളാണ്. അപ്പോൾ ഈ വാവ് വരുന്ന സമയത്ത് ഊ എന്ന ശബ്ദവും വരും, അതുപോലെ ഓ എന്ന ശബ്ദവും വരും. ഊ എന്ന ശബ്ദവും ഓ എന്ന ശബ്ദവും വരും. ഇവിടെ കാഫ് കഴിഞ്ഞിട്ട് വ വരുമ്പോൾ വരുന്ന ശബ്ദം ഓ ശബ്ദമാണ്. ഓ ശബ്ദമായതുകൊണ്ട് കാഫിലേക്ക് ഓ ശബ്ദം വരുമ്പോൾ ക ഓ എന്ന ശബ്ദമാവുമ്പോൾ കോ എന്നാകും. എന്താണ്? കോ. 2 ശബ്ദം വരാം. കൂ എന്നും ആവാം. ഇപ്പോൾ കോയലിൻ്റെ ശബ്ദം, കുയിലിൻ്റെ ശബ്ദം എങ്ങനെയെന്ന് ഉറുദു ചോദിച്ചാൽ കൂ കൂ എന്നാണ് പറയാം. അപ്പോഴും എഴുതുന്നത് ഇതേ രൂപത്തിലാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ കോൻ എന്നതാണ്. ഇവിടെ വരുന്നത് ഓ ശബ്ദമാണ്. കോൻ, ആര്, കോൻ, ആര്. ഓക്കെ, ഒന്ന് എഴുതി നോക്കൂ. കോൻ എന്നത് കാഫ്, വാവ്, നൂന്. ഇനി അടുത്തത് ഓക്കെ, ഇവിടെ 3 അക്ഷരങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഇതിലുള്ളത്? ഒന്ന് മീമുണ്ട്. രണ്ടാമത്തേത് ഇവിടെ മീമ് കഴിഞ്ഞിട്ട് എന്തുണ്ട്? അലിഫുണ്ട്. അലിഫ് കഴിഞ്ഞിട്ടുള്ളതോ ഇതേതക്ഷരം? ഏതാ? ലാമാണോ? ലാമല്ല. ഏതാണ്? നൂനെ ഗുന്ന. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നൂനെ ഗുന്നക്ക് എന്തില്ല? പ്രത്യേക ഉച്ചാരണമില്ല. നൂനെ ഗുന്നക്ക് പ്രത്യേക ഉച്ചാരണമില്ല. അപ്പോൾ ഇതെന്താ വായിക്കുക? മാ എന്നേ വായിക്കുള്ളൂ. എന്തേ വായിക്കുള്ളൂ? അഥവാ ഇതിന് പ്രത്യേകിച്ച് ഉച്ചാരണമില്ല, ഇതിന് ഉച്ചാരണമുണ്ട്. അപ്പോൾ ഇതെന്താ വായിക്കുക? മാ. എന്താ വായിക്കുക? മാ. മാ എന്ന് പറഞ്ഞാൽ ഉമ്മ, അമ്മ എന്നൊക്കെയാണ് അർത്ഥം. മാതാവ്, ഉമ്മ, അമ്മ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മാം എന്ന് ചിലർ ഉച്ചരിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ മാം എന്ന് പറയാൻ പാടില്ല, ചുണ്ടുകൂടാൻ പാടില്ല. ഇവിടെ മാ എന്നുള്ളത് മാത്രമാണ്. മാ എന്നത് നമ്മൾ ഹിന്ദിയിൽ മാ എന്ന് ഇങ്ങനെയാണ് എഴുതുക. മാ എന്ന് ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഹിന്ദിയിൽ മാ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യുക? മുകളിൽ ഒരു ചെറിയ നൂനിടും. മാ എന്നെഴുതി കഴിഞ്ഞിട്ട് മുകളിൽ ചെറിയ നൂന് വരും. ഇതുപോലെയുള്ള ഹിന്ദി പദങ്ങൾ ഉറുദുവിലേക്ക് വരുമ്പോൾ എന്താ ഇടുക? നൂനെ ഗുന്നയാണ് ഇടുക. മനസ്സിലായല്ലോ? മാ, ഹ എന്ന് പോലെയുള്ള ഒരുപാട് പദങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നതൊക്കെ ഉറുദു വരുന്ന സമയത്ത് നൂനെ ഗുന്നയാണ് ഇടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാ? ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നത് ഏതുവരെ പഠിച്ചു? ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ലാമ് അല്ലേ? ലാമ്, മീമ്, നൂന് ഗുന്ന, വാവ്. ഇത്രയും അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിന് ശേഷമുള്ള അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശുക്രിയ. ഖുദാ ഹഫീസ്.